അണ്ടിപ്പരിപ്പ്, ഏലക്ക, നെയ്യ്, തേങ്ങ, പഞ്ചസാര, പഴം പുഴുങ്ങിയത്, റസ്ക് പൊടി. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നെയ്യൊന്ന് ചൂടാവട്ടെ കേട്ടോ. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുഴുവൻ ചേർക്കണേക്കാൾ നല്ലത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ അത് ബ്രൗൺ കളറായിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് ഉടച്ച് കൊടുക്കാം. സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ച് കൊടുക്കാം. ഞങ്ങൾ ചിരട്ട കഴുകിയെടുത്തിട്ട് അതിലാണ് ഉടയ്ക്കാറ്. ഇനി ഒരു പൊടിക്കുന്ന ജാറെടുക്കാം. അതിലേക്ക് പഞ്ചസാരയും ഒരു 5-6 ഏലക്ക ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചാൽ നെയ്യിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. വറുത്തണ്ട ഒന്ന് ചൂടാക്കാം നെയ്യിലിട്ട്. മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് നമുക്ക് ആ ഉടച്ച് വച്ചിരിക്കുന്ന പഴമില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിലേക്ക് ഇച്ചിരി നമ്മൾ പൊടിച്ച് വെച്ച ആ ഏലക്കയും പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ ഓരോ ഉരുളകളാക്കി വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യണം, നമുക്ക് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഈ ഷേപ്പിലാക്കി ഇനി ഒരു ചട്ടി എടുത്ത് ആ ചട്ടിയിലേക്ക് ഇച്ചിരി പാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ റസ്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ആ റസ്കിലിട്ട് ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ആക്കി എല്ലാം ആക്കിയെടുക്കാം. ഇനി ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തൊന്ന് പൊരിക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ കോഴി എടുക്കാം. നല്ല ഉണ്ണിക്ക നല്ല അടിപൊളി